ഏതായാലും ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം യദു ആണെങ്കിലും മേയറാണെങ്കിലും ഇതൊക്കെ ചില സമയത്ത് തോന്നുന്ന ചില വൈകാരികമായ നിമിഷങ്ങളായിരിക്കും. അതായത് പെട്ടെന്നുള്ള ദേഷ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കൽ, എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കൽ, അവൻ ആംഗ്യം കാണിച്ചു, പിന്നെ മോശമായി പെരുമാറി എന്നൊക്കെ ഒരു പക്ഷേ തോന്നിയതായിരിക്കാം. ഏതുതന്നെയാലും ധൈര്യപൂർവ്വം യദുവും മുന്നോട്ട് വന്നു. മേയർ കേസ് കൊടുത്തു, യദുവും കേസ് കൊടുത്തു. അപ്പോൾ മേയർക്കെതിരെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശാന് അടുപ്പിലുമാകാമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മേയറാണ് എന്ന് കരുതി നിയമം തെറ്റിക്കാൻ പറ്റില്ലല്ലോ. 3ഓളം കേസുകളാണ് മേയർക്കെതിരെ ചാർത്താൻ കോടതി നിർദ്ദേശിച്ചത്. ഒന്ന് പൊതുവഴി തടയൽ, പിന്നെ പൊതുശല്യം, പിന്നെന്താണ്, പിന്നെ മൂന്നാമത്തെ കാര്യം മറന്നുപോയി. അത് ഏതായാലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ആരായാലും അത് ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അത് അനുഭവിക്കണം. അത് ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും, അത് നിയമപാലകരായാലും മന്ത്രിമാരായാലും MLA-മാരായാലും MP-മാരായാലും ആര് തന്നെയായാലും. അപ്പോൾ ഇങ്ങനൊരു ഗതിയും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവല്ലേ. കേസ്, ജയില്, കോടതി എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഏതുതന്നെയാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.